കളത്തിപ്പറമ്പിൽ തോമസ് ആൻഡ് ത്രേസ്യ. അടുത്തതായി സാന്താക് യുവ മത്സരത്തിൽ വിജയിച്ച അലോന രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത്. അടുത്തതായി ലോഗോസ് ക്വിസിൽ രൂപത വിഭാഗത്തിൽ സെക്ഷൻ സിയിൽ രണ്ടാം സ്ഥാനവും KCBC ബൈബിൾ കമ്മീഷൻ നടത്തിയ അഖില കേരള ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുത്ത് മത്സരത്തിൽ പങ്കെടുത്ത് 8ാം സ്ഥാനത്തിനും അർഹയായ മരിയ റോസ് സണ്ണിയെ വേദിയിലേക്ക് ക്ഷണിക്കും. എല്ലാവരും ഒന്ന് കൈയടിക്കണേ. നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണം എല്ലാവരും. നമ്മുടെ ഇടവകയിൽ നിന്നും പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച നമ്മളുടെ കുട്ടികളുടെ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അതിനായി നമ്മുടെ ഇടവകയിലെ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ അവരെ അംഗീകരിക്കുന്നു. ആദ്യമായി വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ ഫാബ്രിക് പെയിന്റിങ്ങിന് ഫസ്റ്റ് ലഭിച്ച എഡ്രിക് ഷെയ്നോ പുക്കാട്ട്. കുട്ടികൾ എത്രയും വേഗം മുന്നോട്ട് വരണം കേട്ടോ. സയൻസ് ഫെയറിൽ A ഗ്രേഡ് റണ്ണർ ഷെലൻ. എല്ലാവരും കൈയടിക്കും. അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ A ഗ്രേഡ് ലഭിച്ച ശ്രേയ വിജേഷ്. കൈയടിച്ച കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണേ. അടുത്തതായി മാത്തമാറ്റിക്സ് ഫസിൽ A ഗ്രേഡ് ഡാനിയൽ ജോയ് നിജിൽ. കുട്ടികൾ എത്രയും വേഗം മുന്നോട്ട് വരണേ. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തത് മാത്തമാറ്റിക്സ് ഫെയർ ടാലന്റ് സെർച്ച് എക്സാം ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് എലിൻ ബ്ലേസ്. അടുത്തത് ഡിസ്ട്രിക്ട് ലെവൽ കേരള സ്റ്റേറ്റ് സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗേൾസ് അണ്ടർ 19 വിഭാഗത്തിൽ 4ാം സ്ഥാനം ലഭിച്ച അസിൻ ജോജോ. എല്ലാവരും മുന്നോട്ട് വരണേ. അടുത്തത് സയൻസ് ഫെയറിൽ ഉന്നത വിജയം കൈവരിച്ച ജോദ മറിയം സിജോ. എല്ലാവരും ഒന്ന് കൈയടിക്കാവോ? വൈപ്പിൻ സബ് ഡിസ്ട്രിക്ട് ശാസ്ത്രോത്സവ എക്സ്പെരിമെന്റിൽ A ഗ്രേഡ് ലഭിച്ച ഹന്ന മറിയം വിൻസൻ. നന്ദി പ്രവീണച്ച. ഒരു പരിപാടി വിജയകരമാക്കുന്നത് പങ്കെടുത്ത എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ്. ഇന്നത്തെ ചടങ്ങ് വിജയകരമായി നടത്തുവാൻ പങ്കുവച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീമതി ഷിജി വിൽസനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനിയും സമ്മാനദാനങ്ങൾ ഉള്ളതാണ്. പരിപാടിയുടെ ഇടയിലായിരിക്കും നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം.